ബോബി ഉള്ളപ്പോൾ മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. നിന്നിവിടെ കാണാനില്ലെന്നും പറഞ്ഞേ ബോബൻ അന്വേഷിക്കണ്ടായിരുന്നു. ഞാൻ വിളിച്ചോളാം പോകട്ടെ. ആയിക്കോട്ടെ. നീ വല്ലതും കഴിച്ചായിരുന്നോ? രാവിലെ പുട്ടും കടലും കഴിച്ചു. ഇവിടെയും പുട്ടും കടലേം തന്നെയാ. ആണോ? അവിടുന്ന് കഴിച്ചേക്കാം. ഓഫർ ഉണ്ടായിരുന്നു. കമോൺ നോക്ക എങ്ങനെയാണെന്ന്. സൂപ്പർ ആയിരിക്കുമല്ലോ. ആ, നീ ഇതിന്റെ എന്തിനാടാ എപ്പോഴും ഈ ഡ്രസ്സ് മേടിച്ചോണ്ട് വന്ന്? എടാ പണ്ട് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ തുടങ്ങിയാണ് നിങ്ങളെല്ലാരും കൂടി എന്നെ അമ്മേനെ സഹായിക്കല്. ഒന്ന് പോയാണെന്ന് എൻ്റെ അച്ഛനും മരിച്ചതല്ലേ. എന്താണ് നീ കരയോ നീ? അല്ല എന്നാലും എനിക്കിപ്പോൾ ജോലിയുണ്ട്, ആവശ്യത്തിന് കാശുണ്ട്. പിന്നെ നീ എന്തിനാണ് എനിക്ക് ഡ്രസ്സ് തരേണ്ട ആവശ്യം എന്താണ്? ഇളം പണ്ട ഗുണാപ്പി നിന്റെ ഉടുപ്പ് മേടിക്കണം പറഞ്ഞാൽ ചേട്ടന് വേറെ കള്ള ബില്ല് കൊടുക്കണത് വേറെ കളിക്കല്ലേ. അയ്യേ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചാൻ? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ബോബേട്ടനെ കൊണ്ട് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? എടാ ഞാനും സജീവനും കൂടി ട്രൂപ്പിൽ കയറാൻ വേണ്ടിയിട്ട് പ്ലാൻ വർക്കായിട്ട് വന്നായിരുന്നു. അപ്പോഴാണ് ഈ രൂപട്ടം പിടിച്ച എന്നെ കൈകൊട്ടികളിൽ പിടിച്ചിട്ടത്. ഇയാളെപ്പോഴും കൈ കൊട്ടി കിടക്കണല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു പണിയുണ്ട്, പക്ഷെ ബോബേട്ടനൊന്ന് സഹായിക്കണം. എന്ത് സഹായടാ? എടാ ഈ സുഖുവേട്ടൻ സ്പോൺസർഷിപ്പിന് വേണ്ടി ഓടി കിടക്കുകയാണ്. അപ്പം ബോബേട്ടനെ കൊണ്ട് സുഖുവേട്ടനൊരു സ്പോൺസർഷിപ്പ് കൊടുപ്പിക്കണം. നീ പോയി ചോദിക്കടാ. ഞാൻ ചോദിക്കാനാ? നിനക്ക് സ്പോൺസർഷിപ്പ് വേണോ വേണ്ടേ? വേണം. അങ്ങനെ നീ ചോദിക്കണായിരിക്കും നല്ലത് മോനെ. ഓരോ തിരുത്തുകളും ഇവിടെ ചേട്ടാ ആ എന്താടാ എനിക്കൂടാ, നീ ജീവനോടെ ഉണ്ടോ? ഞാൻ വിളിക്കും. ബോബേട്ടൻ തിരക്കല്ലേ? എനിക്കല്ലേ? സഹായത്തിന് ഒരാളില്ലല്ലോ. നീ ഇരിക്കും. അതിനെക്കൂടെ എനിക്കൊരു കല്യാണാലോചന ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. ആഹാ അടിപൊളി. ഏതാ പെണ്ണേതാൻ? നമ്മുടെ മേയർ സൗദാമിനി ജോസിന്റെ മോളാ. പെണ്ണ് കാണാതെല്ലാം പറഞ്ഞിരിക്കുക. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞിട്ട് വേണം ഇനി എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചത് മുടക്കാൻ അല്ലേ? എന്നാൽ ഞാൻ ഇടപെടണല്ലോ. ആരെന്ന് ശൈലണ ചോദിച്ചു. എൻ്റെ ഏട്ടത്തിമ്മനെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോട്ടെ. ആയിക്കോട്ടെ. ഇനി എന്തായാലും വൈപ്പിക്കണ്ട കേട്ടോ. എത്രയും പെട്ടെന്ന് ബോബേട്ടനെ കെട്ടിക്കണം. ആര്യകഞ്ഞി പഴങ്കഞ്ഞി എന്നാണല്ല സത്യം. അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മൾ ഏൽപ്പിച്ച് തന്നിട്ട് പോണ സമയത്ത് ഇതിനെ ഈ ലെവലിലേക്ക് ആക്കിയെടുക്കാൻ ഞാനും കുറേ കഷ്ടപ്പെട്ടു. പിന്നെ ഇവനെ എം പി ആക്കി പറഞ്ഞിട്ട് അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാ. ഇവൻ എം പി ബാബ ഇവനെ വിളിക്കും. നീ പറഞ്ഞ ഈ കഞ്ഞി ഇവിടുത്തെ പശുവിന് പോലും വേണ്ടത്. പിന്നെ ഞാൻ വന്നത് ചെറിയൊരു വേറെ കാര്യം പറയാനും കൂടിയായിരുന്നു. എന്ത്? അതായത് ഇത്തവണ ഓണം കളിക്കേ ഒരു സ്പോൺസർഷിപ്പ് തരണം. അത് 10 100 എന്താ വേണമെങ്കിൽ തന്നേക്കാം. അയ്യേ ഞാൻ മറ്റേ നക്കാപ്പിച്ച സംഭാവനക്ക് ഒന്നല്ല, സ്പോൺസർഷിപ്പാണ് ചോദിച്ചത്. സ്പോൺസർഷിപ്പ് അതോടെ ഞാൻ വാക്ക് കൊടുത്തു പോയാ കേട്ടോ. നാട്ടിക്കല്ലേ പ്ലീസ്. തരാം. തരാന്ന് പറഞ്ഞില്ലേ? ആ എന്ന് പോയിക്കോളെ. ഓക്കെ. താങ്ക് യു. സെർവ് ചെയ്യണോ? ഞാൻ സെർവ് ചെയ്തോളാം. താങ്ക് യു മാം. പോരെ? ആ സ്ഥിരമായിട്ട് നമ്മളോട് വരണ കാരണം നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് കരുതായിരിക്കും അല്ലേ? ഒരിക്കലും ഇല്ല. നമ്മൾ കണ്ടങ്ങനെ തോന്നില്ലേ? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആരാ സ്ഥിരമായിട്ട് കോഫി ഷോപ്പിൽ പോകാറുള്ളത്? ആ അത് ശരിയാ. പക്ഷേ ലവേഴ്സ് ആണെന്ന് വേണമെങ്കിൽ തോന്നൂട്ടാ. ആ അത് ശരി. പിന്നെ നാളെയാണ് ഞാൻ തന്നെ അങ്ങോട്ട് വരുന്നത് പെണ്ണ് കാണാൻ വീട്ടിലേക്ക്. അവിടെ ഉണ്ടാവില്ലേ? ആയിക്കോട്ടെ. അല്ല ഞാനിപ്പോൾ ഹാപ്പിയാണ്. മാട്രിമോണിയൽ സൈറ്റിൽ ഫോട്ടോ മാത്രം കണ്ട് കല്യാണം കഴിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിച്ചത്. ആ ഞാൻ ഹാപ്പിയാണ്. കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കുറച്ച് നേരം നേരിട്ട് കണ്ട് ചിലവഴിക്കാൻ പറ്റിയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് ഞാനാദ്യം കാണാമെന്ന് പറഞ്ഞപ്പോൾ വലിയ മടിയായിരുന്നല്ലോ. അത് പിന്നെ കല്യാണത്തിന് മുന്നേ കാണാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ച് ഷൈ ആണ്. എന്നിട്ടിപ്പോൾ ഷൈനസ് ഒക്കെ മാറിയാ? കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അയ്യേ അത് ഭാവിയിൽ പ്രശ്നമാവട്ടാ. എന്ത് പ്രശ്നം? അല്ല ബോബൻ ഈ സ്കൂളിലും കോളേജിലൊന്നും പഠിച്ചപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ?
അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല ഈ ആർട്സോ സ്പോർട്സോ കഥകളി ഭരതനാട്യം ചെണ്ടമേളം അങ്ങനെയൊന്നും? ആ, പിന്നെ മമ്മി നിർബന്ധിച്ചിട്ട് ഭരതനാട്യം പഠിക്കാൻ പോയിരുന്നു. എന്നിട്ടാണോ? അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് പഠിച്ചെന്നുള്ളൂ. 2 സ്റ്റെപ്പ് ഇട്ടെ. ഇപ്പഴാ? ആ ഭരതനാട്യം ഒന്നിങ്ങോട്ട് കളിക്ക്. അല്ല, എന്റെ ചമ്മല് മാറാനായിട്ട് മമ്മി വിട്ടതാ. ഇവിടെ വെച്ച ചമ്മൽ അങ്ങോട്ട് മാറട്ടെ. ഇവിടെ വെച്ചാ ബ്രോ, അതെ ഈ ഫോൺ സ്പീക്കർ കണക്ട് ചെയ്യാൻ പറ്റുമോ? അല്ല റോഷ്നി, സീരിയസ് ആയിട്ട് പറഞ്ഞാ? ആഹാ, അതിന് ഭരതനാട്യം കളിക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ലല്ലോ. ഉള്ള സ്ഥലത്ത് വെച്ച് കളിച്ചാൽ മതി. കണക്ട് ആയിട്ടുണ്ട്. ഏത് പറഞ്ഞാ കളിക്കണേ? വർണ്ണമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതിന്റെ തുടക്കം കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് മാത്രം. മമ്മി നിർമ്മിച്ച് പോയതാ. ഇതാകുമ്പോ എല്ലാവർക്കും അറിയാം, സിമ്പിളാ. അതങ്ങനെ തോന്നിയ സമയത്തൊന്നും കളിക്കാൻ പാടില്ല. ഞാൻ കളിച്ച് കാണിച്ചു തരാം, എന്റെ സമയം വരട്ടെ. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടതാണ്, അത് പറ്റില്ലെന്ന് പറയാൻ പാടില്ല. റോഷ്നി, ആർ യു സീരിയസ്? ഓഫ് കോഴ്സ്. തുടക്കം മുതൽ കളിക്കണം. ആടിക്കോളൂ. அலைபாயுதே கண்ணா என் மனம் அலைபாயுதே உன்னானந்த மோகன வேணுகானமதில் அலைபாயுதே கண்ணா என் மனம் அலைபாயுதே உன்னானந்த மோகன മറന്നു. നന്നായിരുന്നു. ഇപ്പൊ പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ലല്ലേ? അല്ല, മമ്മി നിർവഹിച്ചപ്പോ ഷൈനസ് മാറാനേ. എന്നാലും നല്ല ടാലന്റ് ഉണ്ട്. നൃത്താധ്യാപകർ പറയാറുണ്ട്. ഞാനും പഠിച്ച ഭരതനാട്യം. ആ, പക്ഷേ ഇപ്പൊ പ്രാക്ടീസ് എനിക്കില്ല. ആ, നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഇറങ്ങാം, പോവാം. ഷൂസ് ഓ, പെട്ടെന്ന് ഞാൻ ഡാൻസ് ക്ലാസിന്റെ ഓർമ്മയില്. മറവേണ്ടല്ലേ. ആ ബില്ല് കൊടുക്കാൻ മറക്കണ്ട. ആ, എന്നുമെന്റെ പൂവനത്തിൽ പൂവിനായി വന്നവളെ, എന്നുമെന്റെ പൂവനത്തിൽ പൂവിനായി വന്നവളെ, എന്തെല്ലാം പൂക്കൾ വേണം എന്നോട് ചൊല്ലുവെണ്ണേ, എന്തെല്ലാം പൂക്കൾ വേണം എന്നോട് ചൊല്ലുവെണ്ണേ, പൊന്നോണ പൂക്കൾ അന്തിക്കാൻ പൂവേണോ പൂതരാ, പൊന്നോണ പൂക്കളം തീർക്കാൻ പൂവേണോ പൂതരാം, എന്നുമെന്റെ പൂവനത്തിൽ പൂവിനായി വന്നവളെ, എന്നുമെന്റെ സ്പോൺസർഷിപ്പ് വേണ്ടേ? പൂവിനായി വന്നവളെ, എന്തെല്ലാം സ്പോൺസർഷിപ്പ് വേണമെന്ന് സ്പോൺസർഷിപ്പിന്റെ കാര്യമാണോ നീ പറഞ്ഞത്? ബോബി വന്നേക്കണ സ്പോൺസർഷിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കൈകൊട്ടി കളിക്ക്. അയ്യോ, അതെ ഈ മാമ്പള്ളി കൺസ്ട്രക്ഷന്റെ ഫ്ലക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഗ്രൗണ്ട് കുറച്ചൊരു 30 എണ്ണം വെക്കും. പിന്നെ ആർച്ചിൽ നല്ല കിട്ടുക്കാച്ചിയായിട്ട് മാമ്പള്ളി വെക്കും. ഇതൊന്നും പോരാഞ്ഞിട്ട് നോട്ടീസിന്റെ ബാക്കിൽ നമ്മൾ മാമ്പള്ളി വെക്കും. ഇതിലെല്ലാം ഉപരി ഞങ്ങളുടെ സ്പെഷ്യലായിട്ടും സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവതരണ ഗാനം ഉണ്ടല്ലോ, അതിന്റെ ഒരു 4 വരി നിങ്ങളുടെ കമ്പനിയെ കുറിച്ചായിരിക്കും. മാമ്പള്ളി കൺസ്ട്രക്ഷൻസ് സൂപ്പറാണ്, മാമ്പള്ളി കൺസ്ട്രക്ഷൻസ് സൂപ്പറാക്കും. എങ്ങനെയുണ്ട്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ലോക കാണാപ്പുള്ളിയാണ് കേട്ടോ. അത് ചേട്ടൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കൈകൊട്ടി കളി നടത്തണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പോൺസർഷിപ്പ് തരാമെന്ന് വിചാരിച്ചത്. ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. സജീവന് കാര്യങ്ങളൊക്കെ അറിയാം. ഒരുപാട് ആൾക്കാരുടെ ഞാൻ കെഞ്ചി ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടി. ഇതിപ്പോ ആർക്കും വേണ്ടാത്തൊരു ഐറ്റം ഉള്ള. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഐറ്റമാണ് ഈ സ്പോൺസർഷിപ്പ് പോകും കേട്ടോ. അല്ല, അങ്ങനത്തെ ആർക്കും വേണ്ടാത്ത ഐറ്റം അല്ല. അല്ല വേണ്ട ചേട്ടൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതാണ് സ്പോൺസർഷിപ്പ് എമൗണ്ട്. ഓ അയ്യോ, അനിക്കുട്ടാ 2.5 ലക്ഷം സ്പോൺസർഷിപ്പ് എനിക്കുണ്ടാടാ. ചേട്ടാ ഇത് 25,000. അതിനുള്ള അർഹത എനിക്കുണ്ട് എന്തായാലും.